ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഇൻ്റർനെറ്റ്. ഡിസംബർ മന്ത് പകുതി കഴിഞ്ഞു ഗൈസ്. എന്താ അല്ലേ, ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം ഈ ക്രിസ്മസ് സെലിബ്രേഷൻ, ന്യൂ ഇയർ ബൈബിളൊക്കെ ഇങ്ങനെ ചില്ല് പാർട്ടി മൂഡിലൊക്കെ നിൽക്കായിരിക്കും. ആക്ച്വലി എന്നെ സംബന്ധിച്ചോളം മീൻസ് എനിക്ക് മാത്രമല്ല, മെജോറിറ്റി ഉള്ള ആൾക്കാർക്കും ഡിസംബർ മന്ത് എന്ന് പറയുന്ന ഒരു ഒരു അവരൊരു ഫേവറേറ്റ് മന്തായിരിക്കും. ബിക്കോസ് ആൾക്കാർക്ക് പുതിയ ചില പ്രതീക്ഷകൾ, അതായത് പുതിയ വർഷം വരുന്നു, ചില പുതിയ പ്രതീക്ഷകളൊക്കെ വെച്ച് ആൾക്കാർ മുമ്പോട്ട് പോകുന്നു. പലരും പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നു, ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ അങ്ങനെ ആൾക്കാർക്കൊരു ഒരു നല്ല ഫീല് തരുന്ന മന്താണ്. പിന്നെ ക്ലൈമറ്റിലാണെങ്കിൽ പോലും നമ്മൾ ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റും ചെറിയൊരു തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഡേ ടൈമിലൊക്കെ ആക്ച്വലി നമുക്കിപ്പോൾ ഭീകര ചൂടാണ്, പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റില്ല. എന്നാലും ഈവനിങ് മോർണിംഗ് വൈബിലൊക്കെ മീൻസ് സമയത്തൊക്കെ ആൾക്കാർക്ക് മീൻസ് ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ പോലും നല്ലൊരു മൂഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ചില മീൻസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ, ചില അപ്ഗ്രേഡ്സും ചേഞ്ചസും ഒക്കെ വരുത്താൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ മീൻസ് ചില ഗിയേഴ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാം, ചില ആക്സസറീസ് ഒക്കെ പുതിയത് വാങ്ങാനുള്ള പ്ലാനിലേക്കാണ്. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഒരു സിസ്റ്റം, ഐ മീൻ ഒരു ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ചില കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ലാപ്ടോപ്പ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്, ഏത് ലാപ്ടോപ്പ് ഇപ്പോൾ നമ്മൾ യൂസിനനുസരിച്ച് ഏത് ലാപ്ടോപ്പ് എടുക്കണം, ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻ ആണ്, ഏത് ബ്രാൻഡ് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കും അങ്ങനെ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടുന്നത് മാക്ക് തന്നെയാണ്. ബിക്കോസ് നമ്മൾ കണ്ട ക്രിയേഷനും കാര്യങ്ങളും പിന്നെ നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാക്ക് തന്നെയാണ് വേണ്ടത്. അതിൽ തന്നെ ഏത് വേണം, ആക്ച്വലി 2-3 ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. നമുക്കിപ്പോൾ M1 ചിപ്സെറ്റ് വരുന്ന മാക്ബുക്ക് ഉണ്ട്, M2 വരുന്നുണ്ട്, M3 വരുന്നുണ്ട്, പിന്നെ ലേറ്റസ്റ്റ് ഇറങ്ങിയ iMacൻ്റെ M3 ഉണ്ട്. സോ അതിനകത്ത് ഏത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കും ഉണ്ടായിരുന്നു. പോർട്ടബിലിറ്റിയുടെ ഒരു കൺസ്ട്രെയിൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ iMac ശരിക്കും ഒഴിവാക്കിയപ്പോൾ iMac നമ്മൾ ഓഫീസിൽ ഫിക്സ്ഡ് ആയിട്ട് വെച്ച് ചെയ്യുന്ന ഒരു പർപ്പസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് iMac ചൂസ് ചെയ്യാൻ പറ്റൂ. ബട്ട് നമുക്ക് അത് മാത്രമല്ല, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കൊക്കെ യൂസ് ചെയ്യാനും ഫയൽ കോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആവുള്ളൂ. അപ്പോൾ നമ്മൾ iMac ഒഴിവാക്കി. പിന്നെ നമുക്കുള്ളത് M1 ലാപ്ടോപ്പ്, M2 ലാപ്ടോപ്പ്, M3 ലാപ്ടോപ്പ്. അപ്പോൾ അതിൽ ആക്ച്വലി M1 2 വർഷം മുന്നേ ഇറങ്ങിയതല്ലോ, അപ്പോൾ അത് കുറച്ച് പഴയതായത് നമ്മൾ M1 ഒഴിവാക്കി. പിന്നെ ശരിക്കും M2 M3 അതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് നല്ല കൺഫ്യൂഷനിലായിരുന്നു. കാര്യം അത് ശരിക്കും രണ്ടും അത്യാവശ്യം നല്ല പെർഫോമൻസ്. ആക്ച്വലി M2 M3 മാക്ക് വന്നപ്പോഴത്തേക്ക് വലിയൊരു ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. M3 പ്രോസർ മാറി, പിന്നെ അവരുടെ റേ ട്രേസിംഗ് പോലുള്ള സംഭവങ്ങളും പിന്നെ ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അപ്ഗ്രേഡ്സും ഒക്കെയാണ് പുതിയ M3 മാക്കിൽ വന്നിരിക്കുന്നത്. സോ നമ്മൾ ശരിക്കും കൺഫ്യൂഷനിലായിരുന്നു ഏത് എടുക്കണമെന്ന്. പിന്നെ നമ്മൾ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് ഈ പ്രൈസിങ്ങിനകത്ത് വലിയ വ്യത്യാസം M2ഉം M3 ആയിട്ടില്ല. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ പുതിയ മോഡൽ തന്നെ അല്ലേ, അങ്ങനെ നമ്മൾ M3 തന്നെ നമ്മൾ M3 മാക്ബുക്ക് തന്നെ നമ്മൾ ചൂസ് ചെയ്തു. സോ ഇതാണ് നമ്മളുടെ പുതിയ മാക്ബുക്ക് പ്രോ. ഇതിപ്പോൾ 14 ഇഞ്ചാണ് കേട്ടോ, 14 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്ന സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്, നമ്മൾ കസ്റ്റം ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന 1 TB SSD 1 TB ഹാർഡ് ഡിസ്ക് വരുന്ന ഓപ്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ ബാക്കി സ്പെക്ക് എന്ന് പറയുന്നത് ഇത് 12 കോർ CPU, 18 കോർ GPU, 14.2 ഇഞ്ച് ലിക്വിഡ് റെറ്റിന XDR ഡിസ്പ്ലേ, പിന്നെ 18 GB റാം. ഇത് ഇത്രയാണ് ഈ പ്രോഡക്റ്റിനകത്ത് വരുന്നത്. 16 ഇഞ്ച് മാക്ബുക്ക് പ്രോ നോക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആ ഒരു ഭയങ്കര വ്യത്യാസം ശരിക്കും ഈ 14 ഇഞ്ചും ഭയങ്കര മീൻസ് അങ്ങനെ ഒരു നോട്ടബിൾ വ്യത്യാസം ഒന്നും വരുന്നത് സ്ക്രീൻ സൈസിനകത്തുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു സ്ക്രീൻ ആക്ച്വലി മാക്കിൻ്റെ സ്ക്രീൻ സൈസിനകത്താണ് അവർ ഭയങ്കരമായിട്ട് പ്രൈസ് വ്യത്യാസം ശരിക്കും വരുന്നത്. നമ്മൾ 16 പോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏകദേശം ഒരു 40 to 60 ആ ഒരു റേഞ്ചിൽ പ്രൈസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. വാല്യൂ ഫോർ മണി ശരിക്കും നമുക്ക് ഈ 14 ഇഞ്ച് എടുക്കുമ്പോഴത്തേക്ക് തന്നെയാണ്. സോ നമുക്കിതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ബോക്സിൽ പുറത്ത് പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ നമ്മൾ സ്പെക്ക് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നമുക്കിനി ഇത് ഓക്കെ. പാക്കിംഗ് ഒക്കെ അടിപൊളി പാക്കിംഗ് ആണ് മാക്കിൻ്റെ. സോ നമ്മളിത് മാറ്റി, നമ്മൾ ബോക്സ് മാറ്റുമ്പോൾ തന്നെ നമ്മളെ ലാപ്പ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് പിന്നെ നമുക്ക് ലാപ്പ് എടുക്കാം. സി 1.6 1.7 അങ്ങനെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അങ്ങനെ ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, അത്യാവശ്യം ലൈറ്റ് തന്നെയാണ്. പിന്നെ ബോക്സിൽ വരുന്നത് ഇതിൻ്റെ ഒരു കേബിൾ വരുന്നുണ്ട്, മറ്റേ ബ്രൈഡഡ് ആയിട്ടുള്ള കേബിളാണ്, അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോയില്ല. നല്ല നമ്മളിതൊരു കളർ സ്പേസ് ബ്ലാക്ക് ആണ് കേട്ടോ, സ്പേസ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഈ ഒരു ആ കളർ മാച്ച് വരുന്ന ഒരു കേബിളും അഡാപ്റ്ററും ഒക്കെ. മീൻസ് അഡാപ്റ്റർ എനിക്കൊന്ന് അഡാപ്റ്റർ നോക്കട്ടെ, അഡാപ്റ്റർ വൈറ്റ് തന്നെയാണ്, പക്ഷേ കേബിൾ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ M2 പ്രോ നമ്മൾ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്ന M2 പ്രോയിൽ അത് സ്പേസ് ബ്ലാക്ക് ആണ് എടുത്തത്, പക്ഷേ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന കേബിൾ വൈറ്റ് തന്നെയാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അഴുക്കാവത്തില്ല, വൃത്തിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡോക്യുമെൻറ്റേഷൻസ് വരുന്നുണ്ട്, അതിനകത്ത് മാക്കിൻ്റെ ഒരു പേപ്പറും കാര്യങ്ങളും. പിന്നെ യെസ് ഈ സ്റ്റിക്കർ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഈ സ്റ്റിക്കർ എല്ലാം കളക്ട് ചെയ്ത് വെക്കും. ഞാൻ മേടിച്ചിട്ടുള്ള മാക്കുകളുടെ എല്ലാം സ്റ്റിക്കർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പക്ഷേ എങ്ങും ഒട്ടിക്കത്തൊന്നുമില്ല കേട്ടോ. ഇത് വേറെ ആരെങ്കിലും കയ്യിൽ ഇരിക്കുന്ന കണ്ടാലും ഞാൻ ചിലപ്പോൾ ചോദിച്ചു, പക്ഷേ ഇതെങ്ങും ഒട്ടിക്കത്തില്ല. കഴിഞ്ഞ ലാപ്പിൻ്റെ എല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഒരു പേപ്പറുണ്ട്. ഇത് ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. അഡാപ്റ്റർ പ്രത്യേകിച്ച് ഹെവിയാണ്. ഇത് 96 വാട്ട്സിൻ്റെ USB-C പവർ അഡാപ്റ്ററാണ്. ഇതിന് ഒരു കേസ് കിട്ടും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. കാരണം ഇത് ഇൻ കേസ് തറയിലും കാണാൻ വീണാൽ പൊട്ടിപ്പോയിരിക്കാൻ കേസ് മേടിച്ചിരുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഭയങ്കര വിലയാണ് ഈ സാധനത്തിന്. ബോക്സിനകത്ത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മാക് ഒന്ന് നോക്കാം. സോ ഇതാണിപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ്. ഇതെന്താണ്, കവറാണോ പേപ്പറാണോ? പേപ്പറാണ് കേട്ടോ, കവറല്ല ഇത്. സോ ഇതാണ് പുതിയ സ്പേസ് ബ്ലാക്ക് കളർ 14-inch മാക്ബുക്ക് പ്രോ. നോർമൽ വെയിറ്റ് ആണ്. നമ്മുടെ നോർമലി ഉള്ള എല്ലാ ലാപ്ടോപ്പ് പോലെ തന്നെ വെയിറ്റ് ഉണ്ട്. സ്പേസ് ബ്ലാക്ക് എന്ന് പറയുന്നെങ്കിൽ പോലും ഇത് ആക്ച്വലി ഒരു ഡാർക്ക് ഗ്രേ പോലെയാണ് ഈ കളർ വരുന്നത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് ഒന്നും പഴയ മാക്ക് പോലെ മീൻസ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും വരും. അത് പൂർണ്ണമായിട്ടൊന്നും ഒഴിവാക്കാൻ എന്തായാലും പറ്റില്ല. എന്നാലും പഴയതിൻ്റെ അത്ര ഫിംഗർ പ്രിൻ്റ് ഇതിനകത്ത് അങ്ങനെ അപ്ലൈ ആവുന്നില്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് കണക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. ഇവിടെ Type-C വരുന്നുണ്ട്. ഇവിടെ HDMI കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ചാർജർ കണക്ട് ചെയ്യാനുള്ളത്. ഇവിടെയും 2 Type-C കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ശരിക്കും ഇതിന് ഹെഡ്ഫോൺ ജാക്കിൽ നിന്ന് വരുന്ന സൗണ്ട് ക്വാളിറ്റി ഭയങ്കര കിടിലമാണ്. പിന്നെ താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ 2 വെൻറ്റ് വരുന്നുണ്ട്. സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള വെൻറ്റ് മുകളിലും താഴെയും വരുന്നുണ്ട്. അല്ലാതെ ബാക്കിൽ വേറെ ഓപ്പണിംഗ് ഒന്നുമില്ല. പിന്നെ ഇവിടെയും അതുപോലെ വെൻസ് വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ. സോ ഇത്രയാണ് പുറമേ കാണാനുള്ളത്. നമുക്കത് ഓപ്പൺ ചെയ്യാം. യെസ്, ആപ്പിൾ ലോഗോയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഹലോ. ഏതൊക്കെയോ ഭാഷകൾ എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. ഓല നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? യെസ്, ആരൊക്കെ ഞെക്കിയാൽ അത് മുമ്പോട്ടങ്ങ് പൊക്കോളും. ഇതിൻ്റെ സ്ക്രീനിൻ്റെ അറ്റത്തൊരു റബ്ബർ സംഭവം കൊടുത്തിട്ടുണ്ട്. എന്ത്? ഡച്ച് ലാംഗ്വേജ് ആണ് ഗൈസ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈഫൈ കണക്ട് ചെയ്തു. മൈഗ്രേഷൻ അസിസ്റ്റൻറ്റ് ഫ്രം എ മാക് ടൈം മെഷീൻ ബാക്കപ്പ് ഓർ സ്റ്റാർട്ടപ്പ് ഡിസ്ക് ഫ്രം എ വിൻഡോസ് PC. ഓക്കെ, നമ്മൾ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനിൽ നിന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഡേറ്റ വല്ലതും മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നോട്ട് നൗ കൊടുത്ത് വിടാം. ഓക്കെ, പിന്നെ നമ്മൾ ആപ്പിൾ ID കൊടുത്ത് സൈൻ ഇൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മാക് ബുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പേസ് ബ്ലാക്ക് കളറിൽ ഫിംഗർ പ്രിൻറ്റ് പഴയതിൻ്റെ അത്ര പ്രശ്നം ഇല്ല. എന്നാലും അറിയുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ കീബോർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ ഓയിലിയൊക്കെ ആയിട്ടുള്ള കൈയാണെങ്കിൽ പോലും ഇതിൽ പറ്റിയാൽ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ള കീബോർഡാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് റീഡർ ഉണ്ട്. കണ്ടില്ലേ, ഈ 2 സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ് വരുന്നത്. ഈ 2 സൈഡിലായിട്ട് നമുക്ക് കേട്ട് നോക്കാം സ്പീക്കറിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല സൗണ്ടാണ്. ബീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട്. നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. സോ ഞാനിപ്പോൾ ഹൈ വോളിയത്തിൽ കേട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്രിസ്പാണ് സൗണ്ട്. അത് കൊള്ളാം, നൈസാണ്. സോ ഗൈസ്, ഇപ്പോൾ സൗണ്ട് ക്വാളിറ്റി സൂപ്പറാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി പൊളിയാണ്. ആസ് യൂഷ്വൽ മാക്കിനകത്ത് ആ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും നമ്മൾ ഐഫോണിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ മാക്ബുക്ക് പ്രോയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മാക്ബുക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നില്ല സത്യം പറഞ്ഞാൽ എടുത്താലും. ബിക്കോസ് ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പക്കാണ്. നമ്മുടെ ആവശ്യത്തിനൊത്ത രീതിയിൽ മാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ലോങ് ടേമിൽ നമ്മുടെ ആവശ്യങ്ങൾ നോക്കി കറക്റ്റ് സ്പെക്കിൽ മാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു 4 to 5 years ഈസി ആയിട്ട് ആ ഒറ്റ മെഷീനിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ മാക്ബുക്ക് എടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ബിക്കോസ് അത്രയും പ്രൈസിയാണ് സംഭവം. കാര്യം ചെറിയൊരു കസ്റ്റമൈസേഷൻ വരുത്തുമ്പോഴാണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രൈസ് ഡിഫറൻസ് മാക്കിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ആരൊക്കെ M3 Pro എടുക്കണം എന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ ഇൻറ്റൽ മീൻസ് മാക്ബുക്ക് ഇൻറ്റൽ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സമയത്ത് നമുക്ക് അത്യാവശ്യം 4K റെൻഡറിങ് 4K വീഡിയോ റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹെവി സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റലിൻ്റെ i7 പോലുള്ള പ്രോസസ്സർ മാക്കിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം ഒരു 2 lakh എബോ ഒക്കെ അതിന് പ്രൈസ് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻറ്റൽ പ്രോസസ്സർ നിന്ന് ആപ്പിൾ സിലിക്കണിലേക്ക് ആപ്പിൾ മാറിയപ്പോഴത്തേക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ചേഞ്ച് ആണ് മീൻസ് സിലിക്കൺ ചിപ്പിൻ്റെ ബേസ് മോഡലിൽ പോലും ആപ്പിൾ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആപ്പിളിൻ്റെ M1 ചിപ്പിൻ്റെ ആപ്പിൾ മാക്ബുക്ക് എയർ പോലെ എടുത്താലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻറ്റൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സിലിക്കൺ ആപ്പിളിന്, അതായത് M സീരീസിലുള്ള ആപ്പിളിന് കിട്ടുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഈ M3 Pro ആരൊക്കെ എടുക്കണം എന്ന് ചോദിച്ചാൽ M1 യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് M1 പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ പ്രോസസ്സിനകത്ത് കുറച്ചെന്തെങ്കിലും സ്ലോയോ കാര്യങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് വന്നപ്പോൾ നിങ്ങളെ വർക്ക് കുറച്ച് ഡെവലപ്പായി, അപ്പോൾ നിങ്ങൾക്ക് പഴയ സ്പീഡ് പോരാ, കുറച്ചുകൂടെ സ്പീഡ് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് M1 യൂസ് ചെയ്യുന്നവർക്ക് M3യിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അപ്ഗ്രേഡ് നടത്താം. പിന്നെ ഉള്ള ആൾക്കാർ, അതായത് വിൻഡോസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പുതിയൊരു മാക് മെഷീനിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് M3 Proയിലേക്ക് മാറാം. ബിക്കോസ് ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങും 3D റെൻഡറിങ് അങ്ങനെയുള്ള പോലുള്ള പെർഫോമൻസ് സംഭവങ്ങൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ നിന്ന് നിങ്ങൾക്ക് മാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് M3 Proയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും. ബിക്കോസ് അത് പുതിയ ആർക്കിടെക്ചറും 3 nm ആർക്കിടെക്ചറും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. പക്ഷേ M2 യൂസ് ചെയ്യുന്ന ആൾക്കാർ M3യിലേക്ക് മാറണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിൻ്റെ ഒരു ആവശ്യം ശരിക്കും ഇല്ല. ബിക്കോസ് ഇപ്പോൾ നമ്മൾ മീൻസ് ബെഞ്ച് മാർക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഏകദേശം M2നോട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ നിൽക്കുവാണ് M3. M1 നിന്ന് M2യിലേക്ക് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചേഞ്ച് പെർഫോമൻസിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ M2ൽ നിന്ന് M3യിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിന് വേണ്ടി വലിയൊരു ചേഞ്ച് ഒന്നും ശരിക്കും മാക്ബുക്കിലേക്ക് വന്നിട്ടില്ല. സോ M2 യൂസ് ചെയ്യുന്നവർക്ക് M3 Pro മാക്ബുക്കിലേക്ക് മാറേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂസ് ഒക്കെ പറഞ്ഞു തരാം. പിന്നെ ഈ പറഞ്ഞ പോലെ M2 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോട്ടിൻ്റെ കാര്യത്തിലെല്ലാം, അതായത് ഇതിനകത്തുള്ള സ്ലോട്ടും സെയിം, അത് കണക്ടിവിറ്റിയും IO പോർട്സും എല്ലാം സെയിം ആണ് M2ഉം M3 ആയിട്ട് വരുമ്പോഴേക്കും. സോ അങ്ങനെ ഒരു ഡിഫറൻസ്. പിന്നെ ഈ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഈ സ്പേസ് ബ്ലാക്ക് കളറിന് വേണ്ടിയിട്ട് ആരും ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് നമുക്ക് പുറത്തുനിന്ന് കേസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് കളറിന് വേണ്ടിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ്. അപ്പോൾ M1 യൂസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഇതുവരെ മാക് യൂസ് ചെയ്യാത്ത ഒരാൾക്കോ വേണമെന്നുണ്ടെങ്കിൽ M3യിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതേ ഉള്ളൂ. M2 യൂസ് ചെയ്യുന്നവർ ശരിക്കും എടുക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഏത് സ്പെക്ക് നമ്മളുടെ മാക്കിന് വേണം എന്നുള്ളത് അറിയണം. ഇപ്പോൾ നിങ്ങളുടെ ഉപയോഗം നിങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം ഓഫീസ് കാര്യം അല്ലെങ്കിൽ കോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ M3 ബേസ് എടുക്കേണ്ട കാര്യമേ ശരിക്കും ഉള്ളൂ. അതിനകത്ത് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ പെർഫോമൻസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. പിന്നെ ഈ പറയുന്ന പോലെ വലിയ വീഡിയോ എഡിറ്റിങ്ങും പെർഫോമൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണ്. പിന്നെ പുതിയ മാക്കിനകത്ത് ഈ പറയുന്ന പോലെ ഗെയിമിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സപ്പോർട്ട് വരുന്നുണ്ട്. സോ പിന്നെ എനിക്ക് തോന്നുന്നില്ല മാക്ബുക്ക് എടുത്താലും ഗെയിം കളിക്കാനായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും പ്ലേ സ്റ്റേഷനും വിൻഡോസും ഒക്കെ ആയിരിക്കും മാക്ക് കളിക്കുന്നവർ പിന്നെയും കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഉള്ള ആവശ്യം മനസ്സിലാക്കിയിട്ട് കോറും GPUം എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങൾ ചോയ്സ് ഉറപ്പിക്കുക. എന്നിട്ട് അതിനുശേഷം ഹാർഡ് ഡിസ്കിൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ടുള്ള സംഭവം. കാരണം ബേസ് 512 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 512 മതി എന്നുണ്ടെങ്കിൽ 512 ചൂസ് ചെയ്യുക. അതല്ല 1 TB നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 TBയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. 1 TB അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് 20,000 rupees എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ അടുത്ത വരുന്നൊരു കൺഫ്യൂഷനാണ് ഈ M3യിൽ തന്നെ നിങ്ങൾക്ക് ഏത് സ്പെക്ക് പോകണം. ഇപ്പോൾ M3യിലാകുമ്പോൾ നിങ്ങൾക്ക് ബേസിക് M3 വരുന്നുണ്ട്, M3 Pro വരുന്നുണ്ട്, M3 Max വരുന്നുണ്ട്. ഈ M3 Max ആക്ച്വലി നോർമൽ കേസിലുള്ള ആൾക്കാർക്കൊന്നും വേണ്ടി, അത് സിനിമ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭയങ്കര ഹെവി സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മതി M3 Max. ബിക്കോസ് M3 Maxിലേക്ക് പോകുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് തോന്നുന്നു 3 lakh എബോവ് മാക്കിൻ്റെ പ്രൈസ് മാറുന്നുണ്ട്. അപ്പോൾ പിന്നെ കൺസിഡർ ചെയ്യേണ്ട സാധനങ്ങളാണ് M3യും M3 Proയും. ഈ M3 അത്യാവശ്യം നിങ്ങൾ ഈ കോഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ M3യിലേക്ക് പോകാം. അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ വീഡിയോ എഡിറ്റിങ്ങും അത്യാവശ്യം പെർഫോമിംഗ് ആയിട്ടുള്ള റെൻഡറിങ്ങും കാര്യങ്ങളും 3D റെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർക്കാണെങ്കിൽ നേരെ M3 Proയിലേക്ക് പോകാം. അപ്പോൾ അതാണ് എൻ്റെ ഓപ്ഷൻസ്. പിന്നെ ഈ M3 Proയിലേക്ക് പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആവശ്യങ്ങളനുസരിച്ച് നിങ്ങൾ CPU Core അത്ര GPU Core അത്ര എന്നുള്ള ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നോർമലി കണ്ടുവരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് 18 GB RAM എന്നുള്ളൊരു സ്പെക്കാണ് ഇതിനകത്ത് വരുന്നത്. സോ അത് 18 GB RAM തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക. ബിക്കോസ് നിങ്ങളൊരു 3 വർഷമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കുറച്ച് ഹെവി ആവും, നിങ്ങളുടെ വർക്ക് ചിലപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ PC ഹാർഡ്വെയർ കുറച്ച് കുറഞ്ഞ് പോയെന്നുള്ള ഫീൽ അപ്പോൾ വരായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോഴേ വേണമെങ്കിൽ 18 GB RAM ഫിക്സ് ചെയ്ത് പോകാം. പിന്നെ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 1 TBയിലോട്ട് അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫയൽ ഹാൻഡ്ലിംഗ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവും. ബിക്കോസ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും ഹാർഡ് ഡിസ്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലാപ്പിനകത്ത് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. അതല്ല അങ്ങനെ ചെയ്യാൻ 20,000 കൊടുത്ത് 1 TBയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9,000 to 12,000 റേഞ്ചിൽ നല്ല SSDകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 1 TB തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് 14 ഇഞ്ച് എടുക്കണോ 16 ഇഞ്ച് എടുക്കണോ എന്നുള്ളത്.
അത് ബിക്കോസ് 16 ഇഞ്ചിലേക്ക് പോകുമ്പോഴത്തേക്ക് ലാപ്പ് കുറച്ചുകൂടെ വലുതാവും, കുറച്ചുകൂടെ ഹെവി ആവും, ഡിസ്പ്ലേ സൈസ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അതാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു പോസിറ്റീവ്. പക്ഷേ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സിനാരിയോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മാക്ബുക്കിൻ്റെ ഡിസ്പ്ലേ നോക്കി വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ബിക്കോസ് നിങ്ങൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വലിയ സ്ക്രീനിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ ഒരു എക്സ്റ്റേണൽ മോണിറ്ററിൽ കണക്ട് ചെയ്യും. പിന്നെ ഈ കളർ ആക്യുറസി മറ്റോ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്ബുക്കിൻ്റെ സ്ക്രീനിൽ നോക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് 14 ഇഞ്ച് മാക്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് കാര്യം നടക്കും. സോ 16 ഇഞ്ചിലേക്ക് പോയി അത്രയും പ്രൈസ് കളയണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് 14 ഇഞ്ച് തന്നെയാണ്. ബിക്കോസ് അതിനകത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. നമുക്ക് ഏകദേശം 2 മോണിറ്ററോളം എക്സ്റ്റേണൽ മോണിറ്ററോളം അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ പരിപാടികളെല്ലാം നടക്കും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ M3 മാക്ബുക്ക് പ്രോവിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ അറിയാവുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഞാനിതെടുത്ത് നമ്മളിപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്ന മാക് സ്റ്റുഡിയോയും M2 പ്രോയും നമ്മൾ കൊച്ചിയിൽ നിന്നാണ് എടുത്തത്. പക്ഷേ ഇത് നമ്മളെടുത്ത് കൊല്ലത്തെ സ്കൈ സെയിലിൽ നിന്നാണ്. അത്യാവശ്യം അവർ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും സ്റ്റുഡൻസ് ആയിട്ട് ഉള്ള കുട്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ID യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്കൈ സെയിലിൽ നിന്ന് 10% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് മാക്ബുക്കിന് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഷോപ്പ് തന്നെ ഒരു 8% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അല്ലാതെ തരുന്നുണ്ട്. മീൻസ് സ്റ്റുഡൻറ്റ് ID ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്തെടുക്കാം. പിന്നെ അതുകൂടാതെ HDFCയുടെ 24 months നോ കോസ്റ്റ് EMIയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബാക്കി അവിടുത്തെ ഡീലിങ്സ് എല്ലാം നല്ലതായിരുന്നു. കസ്റ്റമർ സപ്പോർട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ അവിടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് മാക്ക് എടുക്കാം. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്രിസ്മസ് ഇങ്ങ് അടുത്തു, ന്യൂ ഇയർ ഇങ്ങ് അടുത്തു. എല്ലാവരും പുതിയ പുതിയ പ്ലാനുകളൊക്കെയാണ്. നിങ്ങളുടെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് പോട്ടെ. പുതിയ റെസൊല്യൂഷനൊക്കെ എടുക്കുക, ചെയ്യുമെന്ന് ഉറപ്പുള്ള രീതിയിലൊക്കെ മുമ്പോട്ട് പോവുക റെസൊല്യൂഷനൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.